എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ലൂഫി അവനാണെങ്കിൽ ട്രഫാർഗർ ലോയും താങ്ങിയെടുത്ത് ഇപ്പോ 4th ലെവൽ നോക്കി ഓടുകയാണ്. അപ്പൊ വീണ്ടും ലൂഫി അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ടോയ് അതങ്ങനെ ചാടി വന്ന് ലൂഫിയെ കടിക്കാൻ നോക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ഫ്ലവർ ഫീൽഡില് ആ ഡീമണ്ടെ അവനാണെങ്കിൽ റബേക്കയായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. ഡീമണ്ടെ ആണെങ്കിൽ അവന്റെ നോർമൽ മോഡിലായിരിക്കും അറ്റാക്ക് ചെയ്യുക. ആ ഒരു മോഡിൽ തന്നെ അവന്റെ അറ്റാക്കിനെ റബേക്കയെ കൊണ്ട് പ്രിവെന്റ് ചെയ്യാനാവില്ല. അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് അവനുമായിട്ട് കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുകയാണ്. അവന്റെ ഏതെങ്കിലും ഒരു വെട്ട് അത് അവളുടെ ബോഡിയിൽ വീണ പിന്നെ അവള് ബാക്കി ഉണ്ടാവില്ല. റബേക്ക ആണെങ്കിൽ ശ്വാസം വലിച്ചു വിടുകയാണ്. അതിനിടയിൽ അവനെ കാണാനുണ്ടാവില്ല. അവൻ എവിടെ പോയെന്ന് പറഞ്ഞ് റബേക്ക ടെൻഷനായിട്ട് പുറകിലേക്ക് നോക്കും. അപ്പൊ അവളുടെ തൊട്ട് പിന്നില് സ്ക്വാഡ് വീശി അവൻ നിൽക്കുകയാണ്. റബേക്ക ഞൊടിയിടയില് അവന്റെ സ്ക്വാഡ് അത് ബ്ലോക്ക് ചെയ്യും. അതിനവൻ അവളെ നോക്കി ചിരിക്കും. വാവ്, സത്യത്തിൽ നീ ഇത്രയും വീക്കാണെന്ന് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. എന്നെ പോലും നിനക്ക് പ്രോപ്പറായിട്ട് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള നീയാണോ എൻ്റെ ബോസ് ഡോഫ്ലമിംഗോയെ അദ്ദേഹത്തെ കൊല്ലാൻ വന്നതെന്ന് ചോദിച്ച് അവളെ കളിയാക്കി ചിരിക്കും. അവനാണെങ്കിൽ റബേക്കയെ വീണ്ടും അട്ടിച്ച് തെറിപ്പിക്കും. ഓ, നീ നിന്റെ അമ്മയെ കൊന്നതിന് എന്നോട് പകരം വീട്ടാൻ വന്നതാണോ? അത് കേട്ട് റബേക്ക അവളാണെങ്കിൽ ഇപ്പൊ അവനെ തുറച്ചു നോക്കി പല്ല് കട്ടിക്കും. വില്ലനാണെങ്കിൽ നിർത്താതെ അവളെ നോക്കി പരിഹസിക്കുകയാണ്. നിന്നെ കഴിഞ്ഞും വീക്കായിരുന്നു നിന്റെ അമ്മ എനിക്കൊരു ഇരയെ ആയിരുന്നില്ല. നിന്നെയും ഞാൻ നിന്റെ അമ്മയുടെ അടുക്കലേക്ക് പറഞ്ഞയക്കാന്ന് പറഞ്ഞ് അവൾ സ്ക്വാഡ് എടുത്ത് അവൾക്ക് നേരെ വരും. റബേക്ക ഒരു സെക്കൻഡ് അവളുടെ അമ്മയെക്കുറിച്ച് ആലോചിച്ച് പല്ല് കടിച്ച് അവന് നേരെ അറ്റാക്ക് ചെയ്യാൻ ഓടി അടുക്കുകയാണ്. അവൾ അങ്ങനെ ചാടി ഓടി വരുമ്പോഴായിരിക്കും അവളുടെ കയ്യിലുണ്ടായിരുന്ന കീ അത് അവളുടെ കയ്യിൽ നിന്ന് തെറിച്ചു പോവാ. റബേക്ക ഷോക്കായിട്ട് ഇപ്പൊ ആ കീയിലേക്ക് തിരിഞ്ഞു നോക്കും. ആ കീ അത് നിലത്ത് വീണ് കിടക്കുകയാണ്. അവൾ ഒരു സെക്കൻഡ് ലൂഫി പറഞ്ഞ കാര്യം ആലോചിക്കും. നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഉറപ്പായാലും നിനക്ക് വേണ്ടി ഡോഫ്ലമിംഗോയെ ഞാൻ തന്നെ കൊല്ലും. റബേക്കയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതാ ഡോഫ്ലമിംഗോയെ കൊല്ലുക എന്നതാണ്. സോ അവനെ കൊല്ലണമെങ്കിൽ അത് ലൂഫിക്ക് മാത്രമേ കഴിയൂ. ഇപ്പൊ റബേക്കയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു സഹായം ഈ കീ അത് കറക്റ്റ് ആയിട്ട് ലൂഫിയെ ഏൽപ്പിക്കുക എന്നതാണ്. ഈ വില്ലനുമായിട്ട് ഫൈറ്റ് ചെയ്ത ഒരുപക്ഷെ അവളുടെ ജീവൻ നഷ്ടാവും. സോ ഇപ്പൊ ഞാൻ ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം എന്ന് പറഞ്ഞ് അവള് വന്ന അതേ സ്പീഡിൽ റിവേഴ്സ് അടിച്ച് ആ ഒരു കീ അത് ചാടിയെടുത്ത് ഓടുകയാണ്. ഡീമണ്ടേക്കാണെങ്കിൽ വണ്ടടിക്കും. എന്തു പറ്റി? നീ എന്തിനാ പേടിച്ചോടണേ? ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. അധികം വേദനിപ്പിക്കാതെ ഞാൻ നിന്നെ സേഫ് ആയിട്ട് അമ്മയുടെ അടുത്തേക്ക് അയക്കാം. നീ എന്റെ ചുന്ദരി കുട്ടിയല്ലേ, ഓടി വായോ. പക്ഷെ റബേക്ക ആണെങ്കിൽ അവൻ പറയുന്ന ഒന്നും ശ്രദ്ധിക്കാതെ ആ കീയുമായിട്ട് ഓടിക്കൊണ്ടേയിരിക്കും. ഡീമണ്ടേ ആണെങ്കിൽ ഞൊടിയടയിൽ അവന്റെ സ്ക്വാഡ് അത് പേപ്പർ പോലെ ആക്കി മാറ്റി ഒരൊറ്റ വെട്ട് തോര തുളുമ്പി റബേക്ക അവളങ്ങനെ അടിച്ചു വീഴുകയാണ്. ഡീമണ്ടെ 2 സ്റ്റെപ്പ് എടുത്ത് വെച്ച് അവളുടെ തൊട്ടടുത്തേക്ക് വരും. ഓ നോ, നിനക്ക് വേദനിച്ചോ? ആക്ച്വലി ഞാൻ നിന്റെ അമ്മയെ കൊന്നത് ഗൺ ഉപയോഗിച്ച് ഒരൊറ്റ ബുള്ളറ്റ് കൊണ്ടാണ്. സോ നിന്നെയും അതുപോലെ തന്നെ കൊല്ലാന്ന് പറഞ്ഞ് അവൻ ഗണ്ണെടുത്ത് ഇപ്പൊ അവൾക്ക് നേരെ പോയിന്റ് ചെയ്യുകയാണ്. റബേക്ക ആണെങ്കിൽ പേടിച്ച് നിലവിളിക്കും. അപ്പൊ ചാടി വീഴുകയാണ് നമ്മുടെ സ്വന്തം കൈറോസ്. ആളാണെങ്കിൽ ഇപ്പൊ ഡീമണ്ടയെ വെട്ടി താഴെയിടും. റബേക്ക ഒരുപാട് നാളുകൾക്ക് ശേഷം അവളുടെ പപ്പയെ നേരിട്ട് കാണുകയാണ്. അവൾ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോയി അവളുടെ പപ്പ ഒരു ടോയ് സോൾജിയറായി അവളുടെ കൂടെ നിന്നതും ട്രെയിനിങ് തന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കും. കൈറോസ് ആണെങ്കിൽ ഇപ്പൊ പതിയെ ടേൺ ചെയ്ത് നമ്മുടെ റബേക്കയെ നോക്കുകയാണ്. റബേക്കയ്ക്കാണെങ്കിൽ കൈറോസിനെയും കൂടെ തന്നെ ആ ടോയ് രൂപവും അങ്ങനെ മുൻപിൽ കാണുകയാണ്. കൈറോസ് പറയും, ഇനി നിന്റെ കണ്ണിൽ നിന്ന് ഒരിറ്റു കണ്ണീര് പോലും വീഴാൻ പാടില്ല. നിന്റെ പപ്പ പഴയതുപോലെ പൂർണ്ണമായും മനുഷ്യനായി മാറിയിരിക്കുകയാണ്. നിന്റെ കൂടെ നിനക്കൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഞാൻ കട്ടയ്ക്ക് നിന്നോടൊപ്പം ഉണ്ടാവും. ഇതെല്ലാം കേട്ട് ഡീമണ്ടെ ചാടി എഴുന്നേക്കാണ്. തോക്കാൻ ജനിച്ചവനല്ല ആ ഡീമണ്ടെ. പക്ഷേ ഇതുവരെ ഒരു ഫൈറ്റിൽ പോലും തോക്കാത്ത കൈറോസിന് മുൻപിൽ ഡീമണ്ടയെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയോ? അവർ രണ്ടുപേരും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും ഇപ്പൊ പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അവൾ തിരിഞ്ഞു നോക്കും. പുറകില് ആരോ ഒരാള് അവളുടെ പേര് വിളിച്ച് ഓടി വരുന്നതായിട്ട് അവൾ കേൾക്കും. അവൾ തിരിഞ്ഞു നോക്കും. മറ്റാരുമല്ല, ആ സ്റ്റെപ്പ് വഴി സാക്ഷാൽ സ്ട്രോഹാറ്റ് ലൂഫിയെ കണ്ട് റബേക്കയ്ക്ക് ഭയങ്കര സന്തോഷം. ലൂഫി ആണെങ്കിൽ എടുത്തു ചാടും. അവന്റെ തൊട്ട് പിന്നാലെ ഒരു ടോയ് വില്ലൻ അതങ്ങനെ കയറി വരികയാണ്. ലൂഫി ആണെങ്കിൽ കൈ നീട്ടി ആ കീ എവിടെയും ചോദിക്കും. അതിന് റബേക്ക ആണെങ്കിൽ ആ കീ എടുത്ത് ലൂഫിക്ക് നേരെ നീട്ടുകയാണ്. ലൂഫി ആ കീ അത് കറക്റ്റ് ആയിട്ട് അവളുടെ കയ്യിൽ നിന്ന് മേടിക്കേണ്ട താമസം ആ ഒരു ടോയ് അതിപ്പോ ലൂഫിയെ മുഴുവനായിട്ടും അങ്ങനെ അപ്പാടെ വിഴുങ്ങുകയാണ്. റബേക്ക ആണെങ്കിൽ അത് കണ്ട് ഫ്രീസ് ആവും. റബേക്ക ആണെങ്കിൽ മുകളിലേക്ക് നോക്കും. അടുത്ത നിമിഷം ട്രഫാർഗറിലൂടെ കയ്യിലുണ്ടായിരുന്ന ഹാൻഡ് കഫ് അത് അവളുടെ മുൻപിലേക്ക് വന്ന് വീഴുകയാണ്. അവളാണെങ്കിൽ കണ്ണുമോ ചിമ്മാതെ മുകളിലേക്ക് തന്നെയായിരിക്കും നോക്കുക. ഇവിടെ ട്രഫാർഗറിലോ അവനാണെങ്കിൽ
ഹാൻഡ് കഫ് ഒക്കെ റിലീസ് ചെയ്ത് അവന്റെ പവർ ഉപയോഗിച്ച് ഒരു റൂം ക്രിയേറ്റ് ചെയ്ത് ആ ടോയെ അതിനെ അച്ചരം പൊച്ചരം വെട്ടി താഴേക്കിടുകയാണ്. മറ്റൊരു ഭാഗത്ത് കൈറോസ് ആണെങ്കിൽ ആ ഡീമൺ ടേ ആയിട്ട് പൊരിഞ്ഞ ഫൈറ്റ്. അവൻ ലൂഫിയെയും ട്രഫാർഗർ ലോയെ കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കും. വാവ്, നിങ്ങൾ ഇവിടേക്ക് വന്നോ? ഡീമൺ ടേക്ക് ആണെങ്കിൽ ലൂഫിയെ കണ്ട് കലി കേറി വരും. അതിന് കൈറോസ് പറയും, ലൂഫി ഇവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ആ ഡോഫ്ലമിംഗോ അവനെ വെറുതെ വിടാൻ പാടില്ല, അവരെ കൊന്നു തള്ളണം. അതിന് ലൂഫിയും ട്രഫാർഗർ ലോയും അവരൊക്കെ പറഞ്ഞ് ഇപ്പൊ ഡോഫ്ലമിംഗോയെ അന്വേഷിച്ച് ഓടുകയാണ്. ലൂഫി ആണെങ്കിൽ അങ്ങനെ ടേൺ ചെയ്ത് ഇപ്പൊ റബേക്കയോട് നന്ദി പറയും. താങ്ക് യു വെരി മച്ച്. നീ ഇത്ര റിസ്ക് എടുത്ത് ഈ കീയുമായിട്ട് ഇവിടം വരെ വന്നില്ലേ, ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞ് അവൻ ഓടും. റബേക്ക ആണെങ്കിൽ വിളിച്ചു ചോദിക്കും, സ്ട്രോഹാർ ലൂഫി നീ ശരിക്കും ആ ഡോഫ്ലമിംഗോ ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവാണോ? അതിന് ലൂഫി അങ്ങനെ ടേൺ ചെയ്ത് അവന്റെ ക്യാപ്പ് ഊരി ഒന്നുകൂടെ തലയിൽ വെച്ച് പറയും, അതെ ഞാനാണ് സാക്ഷാൽ സ്ട്രോഹാർ ലൂഫി, ഫ്യൂച്ചറിലെ പൈററ്റ് കിങ്. ഞാൻ എന്റെ കൈകൊണ്ട് ആ ഡോഫ്ലമിംഗോയെ കൊല്ലൂന്ന് പറഞ്ഞ് അവൻ വീണ്ടും മുൻപോട്ടേക്ക് പോകും. റബേക്കയ്ക്കാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. ലൂഫി പോകുന്തോറും അവൾ പ്രതീക്ഷയോട് കൂടെ തന്നെ ഇപ്പൊ ലൂഫിയെ നോക്കി നിൽക്കും. ഇവിടെ ഡീമൺ ടേ അവൻ അങ്ങനെ ലൂഫിയെ നോക്കി വണ്ടർ അടിച്ചു നിൽക്കുന്ന ഗ്യാപ്പില് നമ്മുടെ കൈറോസ് അവൻ അച്ചരം പൊച്ചരം ഡീമൺ ടേ അടിക്കുകയാണ്. ഡീമൺ ടേക്കാണെങ്കിൽ വേറെ വഴിയില്ലാതെ സൺഫ്ലവേഴ്സിന്റെ ഇടയിൽ ഒളിക്കും. അതിനുശേഷം ആ സ്ക്വാഡ് അത് പേപ്പർ പോലെ നീട്ടി ഇപ്പൊ ലൂഫി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ഞൊടിയിടയിൽ ട്രഫാർഗറിലോ ഇപ്പോ ഒരു റൂം ക്രിയേറ്റ് ചെയ്ത് ലൂഫിയെയും അവനെയും അവർ രണ്ടുപേരെയും പാലസിലേക്ക് ടെലിപ്പോർട്ട് ചെയ്യും. പാവം നമ്മുടെ വില്ലൻ ഡീമൺ ടേ അവനാണെങ്കിൽ ചമ്മി ഐസായി പേപ്പർ സ്ക്വാഡും പിടിച്ച് സൺഫ്ലവേഴ്സിന്റെ ഇടയിൽ അങ്ങനെ പകച്ചു നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ട്രഫാർഗർ ലോയും ലൂഫിയും അവർ രണ്ടുപേരും സേഫ് ആയിട്ട് പാലസിലെത്തി. പക്ഷെ എന്താ, ഒരുപാട് പവർ ഉപയോഗിച്ചുകൊണ്ടും ഡീപ്രസൻ സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ ഹാൻഡ് കഫ് അത് കയ്യിലിട്ടതുകൊണ്ടും ട്രഫാർഗർ ലോയുടെ പവർ അത് ഒരുപാട് കുറഞ്ഞിരിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ചാടി എഴുന്നേറ്റ് ഇപ്പൊ ഡോഫ്ലമിംഗോയെ കൊല്ലണമെന്ന് പറഞ്ഞ് ഫയറായിട്ട് മുൻപോട്ടേക്ക് പോകും. അതിന് ട്രഫാർഗർ ലോ ലൂഫിയെ പിടിച്ചു നിർത്തും. നീ ആദ്യം ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. നീ ഇതുപോലെ ടെൻഷനായി വാമായി അവന്റെ മുൻപിലേക്ക് പോയാ അവനെ നമ്മളെ കൊണ്ട് തോൽപ്പിക്കാനാവില്ല. അതുകൊണ്ട് ആദ്യം നീ കാം ഡൗൺ ആവണം. ലൂഫിക്കാണെങ്കിൽ ട്രഫാർഗർ ലോ എന്താ പറയുന്നതെന്ന് മനസ്സിലാവില്ല. അവൻ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയി അവൻ കൂടുതൽ കാര്യങ്ങൾ ട്രഫാർഗർ ലോയോട് ചോദിക്കുകയാണ്. ഉടനെ ലോ ആണെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയോ അവന് പറഞ്ഞു കൊടുക്കും. അപ്പൊ ലോങ് ഷോട്ടിലായി ഡോഫ്ലമിംഗോയുടെ ഒരു അസിസ്റ്റന്റ് അവൻ ട്രഫാർഗർ ലോയും ലൂഫിയും അവർ പാലസിലേക്ക് എത്തിയ കാര്യം ഇപ്പൊ ഡോഫ്ലമിംഗോയെ അറിയിക്കുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ ട്രഫാർഗർ ലോയെയും ലൂഫിയെയും അവരെ രണ്ടുപേരും ഡിഫീറ്റ് ചെയ്യാൻ കടന്നു വരുന്നത് അത് മറ്റാരുമല്ല, സാക്ഷാൽ ഷുഗറാണ്. നീണ്ട 10 വർഷം കൊണ്ട് അവൾ കെട്ടിപ്പടുത്ത ആ ടോയ് സാമ്രാജ്യമാണ് നമ്മുടെ ചെക്കനെ ഇല്ലാതാക്കിയത്. സോ പകരം വീട്ടാൻ പറ്റിയ അവസരം അത് ഇതാണെന്ന് പറഞ്ഞ് അവൾ നടന്നു വരും. അവൾ അങ്ങനെ സ്ലോ മോഷനിൽ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് നടന്നെടുക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.